Dear students, welcome back to our cost accounting discussion zone. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീമിയം പ്ലാനുകളെക്കുറിച്ചാണ്. ലേബർ കോസ്റ്റ് കൺട്രോളുമായി ബന്ധപ്പെട്ട് വേജ് ഫിക്സേഷൻ്റെ ഭാഗമായിട്ടുള്ള ബോണസ് പ്ലാനുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു മേജർ പ്രീമിയം പ്ലാൻസ് ആർ ഹാൽസേ പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാൽസേ പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ കമ്പാരിസൺ നടത്തിയതാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാൽസേ പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ. അതേപോലെ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ബോണസ് as well as total earnings under Halsey plan and Rowan plan എന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. Let us discuss practical questions in this class regarding Halsey premium plan and Rowan premium plan. See an example. Standard time for a job is 10 hours. Actual hours taken 8 hours. Wage rate per hour is rupees 5. Calculate earnings and effective rate of earnings per hour under Halsey plan and Rowan plan. ഇതാണ് ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് 10 ഹവറാണ്. ആക്ച്വൽ അവേഴ്സ് ടേക്കൺ, ഈ ഒരു പർട്ടിക്കുലർ എംപ്ലോയി ജോലി ചെയ്തു തീർക്കാൻ വേണ്ടി എടുത്ത ടൈം 8 ഹവറാണ്. വേജ് റേറ്റ് പെർ അവർ എന്ന് പറയുന്നത് rupees 5 ആണ്. നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ടോട്ടൽ ഏണിങ്സ് കാണാനും അതേപോലെ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഏണിങ്സ് പെർ അവർ കാണാനുമാണ്. രണ്ട് പ്ലാൻ പ്രകാരവും ഹാൽസേ പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ. ഓക്കെ, യു നോ equations to be applied under Halsey plan and Rowan plan. First of all, we have to check total earnings as well as effective rate of earnings per hour under Halsey plan. You know, under Halsey plan, bonus is calculated as a certain percentage of time saved. That is 50%. Generally 50% of time saved, that is the bonus. You are required to calculate total earnings. What is total earnings? Total earnings is equal to wages plus bonus. Wages plus bonus. The difference between Halsey plan and a Rowan plan lies in the calculation of bonus. As far as wages concerned, both the plans are same. Both are under time wage system. Okay. വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഹാൽസേ പ്ലാനും റോവൻ പ്ലാനും സെയിം ആണ്. ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം കിടക്കുന്നത്. ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത് വേജസ് പ്ലസ് ബോണസ് ആണ്. വേജസും ബോണസും ചേർന്നതാണ് ടോട്ടൽ ഏർണിങ്സ്. നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാൽക്കുലേറ്റ് ടോട്ടൽ ഏർണിങ്സ് എന്നാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വേജസ് കണ്ടുവെക്കണം ഓരോ പ്ലാൻ പ്രകാരവും, പ്ലസ് ബോണസ്. ബോണസ് ബേസ്ഡ് ഓൺ ദ പ്ലാൻ, ഹാൽസേ പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഹാൽസേ പ്ലാൻ പ്രകാരം ടോട്ടൽ ഏർണിങ്സ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അവിടെ എഴുതി വെക്കാം. എന്തൊക്കെ ഡീറ്റെയിൽസാണ് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ടൈം 10 hours, ടൈം ടേക്കൺ 8 hours, റേറ്റ് പെർ അവർ rupees 5. ഓക്കെ, ദീസ് ആർ ദ ഡീറ്റെയിൽസ് ഗിവൺ ഇൻ അവർ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ കാണേണ്ടത്, ക്വസ്റ്റ്യനിൽ നമ്മോട് കാണാൻ ആവശ്യപ്പെട്ടത് എന്താണെന്ന് നോക്കാം. ടോട്ടൽ ഏർണിങ്സ് തൊട്ട് താഴെ ഇക്വേഷനായിട്ട് എഴുതുക. ടോട്ടൽ ഏർണിങ്സ് ഈസ് ഈക്വൽ ടു വേജസ് പ്ലസ് ബോണസ്.
വേജസും ബോണസും ചേർന്നതാണ് ടോട്ടൽ ഏർണിങ്സ്. ഇനി വേജസ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഹാൽസേ പ്ലാൻ ആയാലും റോവൻ പ്ലാൻ ആയാലും ഒക്കെ തന്നെ വേജസ് ഇസ് ഈക്വൽ ടു ടൈം ടേക്കൺ ഇൻറ്റു ടൈം റേറ്റ് ആണ്. ടൈം ടേക്കൺ ഇൻറ്റു ടൈം റേറ്റ്, എത്ര ടൈം ജോലി ചെയ്തു ഇൻറ്റു അവർ റേറ്റ്, ടൈം റേറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ടൈം ടേക്കൺ ഇൻറ്റു ടൈം റേറ്റ്. ഇവിടെ ടൈം ടേക്കൺ 8 hours ആണ്, ടൈം റേറ്റ് 5 ആണ്. 8 × 5 is equal to 40. ദാറ്റ് ഈസ് വേജസ്. ബോണസ് കൂടാതെയുള്ള വേജസ് അതാണ്, ₹40 ആണ്. ഓക്കെ, ഇനി ബോണസ് കൂടെ ചേർന്നാൽ നമുക്ക് ടോട്ടൽ ഏർണിങ്സ് ലഭിക്കും. ദെൻ കാൽക്കുലേറ്റ് ബോണസ്. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ബോണസ് അണ്ടർ ഹാൽസേ പ്രീമിയം പ്ലാൻ? യു നോ bonus is the 50% of time saved. Okay, then calculate bonus. Bonus is equal to time saved divided by 2 into time rate ആണ്. Under Halsey plan, time saved divided by 2 into time rate. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ടൈം സേവ്ഡ് എത്രയാണ് ഇവിടെ? 2 ആണ്. 2 ആണ് ടൈം സേവ്ഡ്. ടൈം സേവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ആണല്ലോ. ഇയാൾക്ക് ആക്ച്വലി അനുവദിച്ച ടൈം അതും ഇയാൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനെടുത്ത ടൈമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ടൈം സേവ്ഡ്. ഇയാൾ എത്ര ടൈം സേവ് ചെയ്തു എന്നതാണ്, ഇയാൾ എത്രമാത്രം എഫിഷ്യൻ്റ് ആണ് എന്നതാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ടൈം സേവ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റിനകത്ത് 2 ആണ്, 2 hours ആണ്. 10 - 8 2 hours. അപ്പോൾ 2/2 ടൈം സേവ്ഡ് ബൈ 2 എന്നാണല്ലോ. ഹാഫ് 50%, അല്ലെങ്കിൽ 50% of 2 എന്നും പറയാം. 50% of 2 എന്നും പറയാം, അല്ലെങ്കിൽ ടൈം സേവ്ഡ് ബൈ 2 എന്നും പറയാം. ഓക്കെ, എനിവേ ആൻസർ വിൽ റിമൈനിങ് ദ സെയിം. അപ്പോൾ ആ ഒരു 50% ഓഫ് ടൈം സേവ്ഡിനെ ടൈം റേറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. ടൈം റേറ്റ് ഇവിടെ 5 ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? ബോണസ് ഈസ് ഈക്വൽ ടു 2/2 ഇൻറ്റു 5. ആൻസർ വിൽ ബി 5. 1 × 5. 5 ആണ് ബോണസ് വരുന്നുണ്ടാവുക. അങ്ങനെയാകുമ്പോൾ അണ്ടർ ഹാൽസേ പ്ലാൻ ടോട്ടൽ ഏർണിങ്സ് ഈസ് ഈക്വൽ ടു വേജസ് പ്ലസ് ബോണസ് 40 + 5 45. ഓക്കെ, ദാറ്റ് ഈസ് ദ total earnings here under Halsey plan. Then one more thing is to be calculated: effective rate of earnings per hour. What is effective rate of earnings per hour? It is the relation between total earnings and time taken. Total earnings and time taken. Ratio of total earnings and time taken, that is effective rate of earnings per hour. Then take total earnings and divide it with time taken. Answer will be effective rate of earnings per hour. Here total earnings is 45, time taken 8 hours. 45 divided by 8 is equal to 5.625. 5.625, that is the effective rate of earnings per hour. Okay, this is the Halsey plan. Then we have to check what about Rowan premium plan. Rowan premium പ്ലാനും ഹാൽസേ പ്രീമിയം പ്ലാനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ബോണസ് മാത്രമാണ്. ഇവിടെയും ടോട്ടൽ ഏർണിങ്സ് കാണുമ്പോൾ നേരത്തെ നിങ്ങൾ ഹാൽസേ പ്ലാൻ പ്രകാരം ചെയ്തതുപോലെ
ടോട്ടൽ ഏർണിങ്സ് ഈസ് ഈക്വൽ ടു വേജസ് പ്ലസ് ബോണസ് ആണ്. വേജസ് സെയിം ആണ്, ടൈം ടേക്കൺ ഇൻറ്റു ടൈം റേറ്റ്. ഇവിടെയും ടൈം ടേക്കൺ 8 hours ആണ്, ടൈം റേറ്റ് 5 ആണ്. 8 into 5 40. 40 is the wages here, as same in the case of Halsey premium plan. Then calculate bonus. Bonus is equal to, how can we calculate bonus here? Bonus is equal to, see equation, time saved divided by standard time into time taken into time rate. Okay, this is the equation under Rowan premium plan to calculate bonus. Okay, time saved, you know, standard time minus time taken. Standard time means time allotted, maximum time to be allotted to complete the work, that is standard time. Time saved സ്റ്റാൻഡേർഡ് ടൈമും തമ്മിലുള്ള ഒരു റേഷ്യോ കാണുക. ശേഷം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു ടൈം റേറ്റ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എത്ര വരും? വേജസ് നമ്മൾ ഹാൽസേ പ്ലാൻ പ്രകാരം ചെയ്തതുപോലെ തന്നെ 40 ആയിരിക്കും. എന്നാൽ ബോണസ് എത്ര വരുന്നുണ്ടാകും? ബോണസ് കാൽക്കുലേഷൻ നടത്തുമ്പോൾ ടൈം സേവ്ഡ് 2 hours divided by standard time, that is 10 hours, 2/10 into time taken 8, time rate 5, 2/10 into 8 into 5 എന്ന് ലഭിക്കും. ആൻസർ വിൽ ബി ₹8. ഓക്കെ, അണ്ടർ റോവൻ പ്ലാൻ ബോണസ് ഈസ് ഈക്വൽ ടു ₹8. ദെൻ ടോട്ടൽ earnings 40 plus 8, 48. ഓക്കെ, റോവൻ പ്ലാൻ പ്രകാരം ടോട്ടൽ ഏർണിങ്സ് വരുന്നത് 48 ആണ്. ഹാൽസേ പ്ലാൻ പ്രകാരം ടോട്ടൽ ഏർണിങ്സ് വന്നത് 45 ആണ്. ഓക്കെ, ഡിഫറൻസ് നോക്കുക. റോവൻ പ്ലാൻ പ്രകാരമാണ് ടോട്ടൽ ഏർണിങ്സ് കൂടുതൽ. ആസ് ഫാർ ആസ് എംപ്ലോയി കൺസേൺഡ് റോവൻ പ്ലാനാണ് ഇവിടെ ബെറ്റർ. ഓക്കെ, നമ്മൾ നേരത്തെ കമ്പാരിസൺ നടത്തിയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, റോവൻ പ്ലാൻ ആൻഡ് ഹാൽസേ പ്ലാൻ. അവിടെ നമ്മൾ പറഞ്ഞതാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഹാഫിനേക്കാൾ കൂടുതൽ ടൈം എടുത്തുകൊണ്ടാണെങ്കിൽ റോവൻ പ്ലാൻ പ്രകാരമായിരിക്കും ഏർണിങ്സ് കൂടുതൽ വരുന്നുണ്ടാവുക എന്നത്. ഓക്കെ, ഇവിടെ ആ ഒരു സിറ്റുവേഷനാണ്. 10 hour അലോട്ട് ചെയ്തപ്പോൾ 8 hour എടുത്തുകൊണ്ടാണ് ഇയാൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇയാൾക്ക് കൂടുതൽ ഏർണിങ്സ് ലഭിക്കുക റോവൻ പ്ലാൻ പ്രകാരമാണ്. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. അതേപോലെ ഹാഫ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ടൈം എടുത്തുകൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അണ്ടർ ഹാൽസേ പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ ഏർണിങ്സ് വിൽ ബി സെയിം. ഒരേ ഏർണിങ്സ് ആയിരിക്കും ലഭിക്കുന്നത്. 5 hour ആണ് ഈ ഒരു സിറ്റുവേഷനിൽ. നമ്മൾ ടൈം ടേക്കൺ മാറ്റിയിട്ട് 5 കൊടുത്ത് നോക്ക്, 5 hour. അപ്പം നമുക്ക് ലഭിക്കുക ഒരേ ഏർണിങ്സ് ആണ്, ഹാൽസേ പ്ലാൻ പ്രകാരവും റോവൻ പ്ലാൻ പ്രകാരവും. ഇനി സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും കുറവ് ടൈം എടുത്തുകൊണ്ടാണ് ഹാഫിൻ്റെ, അതായത് സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഹാഫിനേക്കാൾ കുറവ്, സേ 4 hours, 3 hours ഇതൊക്കെ എടുത്തുകൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്കിൽ ഹാൽസേ പ്ലാൻ പ്രകാരമായിരിക്കും ഏർണിങ്സ് കൂടുതൽ വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് സെനാരിയോ എന്ന് പറയുന്നത് 8 hour എടുത്തുകൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്നതുപോലെ റോവൻ പ്ലാൻ പ്രകാരമാണ് കൂടുതൽ ഏർണിങ്സ് വരുന്നത്. ഓക്കെ, ഹാൽസേ പ്ലാൻ പ്രകാരം 45ഉം റോവൻ പ്ലാൻ പ്രകാരം 48ഉം ആണ്. ഇനി ഇവിടെ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ് പെർ അവർ കാണുകയാണെങ്കിൽ ആസ് യു നോ ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. സോ 48 divided by 8, ആൻസർ വിൽ ബി 6. ഓക്കെ, ആൻസർ വിൽ ബി 6. അപ്പോൾ ഇതാണ് ഹാൽസേ പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ പ്രാക്ടിക്കൽ എക്സാമ്പിൾ. കൊമേഴ്സ് റിലേറ്റഡ് എക്സാം
നടക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും കാണുന്നതാണ് ഹാൽസേ പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ. ഒരുപാട് ബോണസ് പ്ലാനുകളുണ്ട്. ഓക്കെ, ഒരുപാട് പീസ് റേറ്റ് സിസ്റ്റം പ്രകാരമുള്ള പ്ലാനുകളും ടൈം റേറ്റ്, പീസ് റേറ്റ്, കോമ്പിനേഷൻ പ്ലാനുകളും മറ്റ് ബോണസ് പ്ലാനുകളൊക്കെ ഉണ്ട്. ഓക്കെ, എന്നിരുന്നാലും പ്രോബ്ലമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ കോമ്പറ്റിറ്റീവ് എക്സാമിന് ചോദിക്കുന്ന 2 പ്രീമിയം പ്ലാനുകളാണ്. ലേബർ കോസ്റ്റ് കൺട്രോളുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് ഹാൽസേ പ്രീമിയം പ്ലാൻ ആൻഡ് റോവൻ പ്രീമിയം പ്ലാൻ. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമ്മൾ നടത്തിയതാണ്, കമ്പാരിസണൊക്കെ നടത്തിയതാണ്. തിയറിറ്റിക്കൽ പാർട്ട് വെച്ചുകൊണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, മാനേജ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ റോവൻ പ്ലാനാണ് ബെറ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഹൗ ഇറ്റ് ഈസ് ബെറ്റർ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇനി മറ്റ് ബോണസ് പ്ലാനുകളുമായിട്ട് നമുക്ക് കാണാം. ലെറ്റ് us see again. Thank you for all.